മഴക്കാലം, ഓണക്കാലം എന്നിവയൊക്കെയും മുമ്പങ്ങത്തെയും പോലെ മലയാളിക്ക് പരീക്ഷണത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും കാലമാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കയിൽ വളരെ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായതായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ ഏറ്റവും വേദനാപൂർവ്വം പങ്കുവെക്കാനുള്ളത്. 3 തവണയോളം ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ സംശയിക്കുന്നത്. നിരവധി പാലങ്ങളും മറ്റുള്ള സംവിധാനങ്ങളുമൊക്കെ ഒഴുകിപ്പോയതിനാൽ ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണെന്നും പറയപ്പെടുന്നു. ആൾക്കാർ വളരെ കൂട്ടമായി ഒറ്റപ്പെട്ട നിലയിൽ നിലവിളിക്കുകയും രക്ഷപ്പെടുത്തുമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ശബ്ദങ്ങളും ദൃശ്യങ്ങളുമൊക്കെ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം 2 മണിക്കും പിന്നീട് 5 മണിക്കും ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പും ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ചൂരൽമല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണിൻ്റെ ദൃശ്യങ്ങളാണ്. അത് മുഴുവൻ വെള്ളത്തിനും മണ്ണിലടിയിലുമാണ്. അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് നിന്ന് എൻ്റെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട അനിലാണ് ഏറ്റവും അവസാനത്തെ വിവരം ഇങ്ങനെ പങ്കുവെക്കുന്നു. വല്ലരമല ജില്ലയിലെ മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ ഈ ദുരന്തം നടന്നിട്ടുള്ളത്. അവിടെ ഏകദേശം 400 പേർ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലവിടുത്തെ മുസ്ലിം പള്ളിയുടെ താഴ്ഭാഗം, അതായത് ടൗണിൻ്റെ പകുതി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തെ ഏരിയ ഉണ്ട്, ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഏരിയയിലൊക്കെ അവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വ്യാപ്തി എത്രയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ NDRF സംഘം അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ കഴിയുള്ളൂ. നാട്ടുകാരും ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവർക്കും താഴെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വ്യക്തമായിട്ട്. ഇത് കഴിഞ്ഞ 2018 ദുരന്തം നടന്ന പുത്തുമല, അതും ഈ വെള്ളരിമല വില്ലയിൽ തന്നെയാണ്. അന്ന് ചൂരന്മലയും മുണ്ടക്കയും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആ വില്ലയിൻ്റെ മറ്റു ഭാഗങ്ങളായ ചൂരന്മലയിലും മുണ്ടക്കയിലും ഇത് സംഭവിച്ചു. 2018 ദുരന്ത നിവാരണ സഹായങ്ങളുമായി ഞങ്ങളും പുത്തുമലയിൽ പോയിരുന്നു. ആ വില്ലേജിൽപ്പെട്ട തന്നെ പ്രദേശമാണ്. പാവപ്പെട്ടവരും കൂലിപ്പണിക്കാരും ഒക്കെ താമസിക്കുന്ന ചെറുകിട കർഷകരുമൊക്കെ അടങ്ങുന്ന ഒരു വില്ലേജിൻ്റെ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പറഞ്ഞത്. 2 മന്ത്രിമാർ, ബഹുമാന്യനായ മിനിസ്റ്റർ കേളുവും അതോടൊപ്പം തന്നെ രാജനും അവിടെയൊക്കെ ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രിമാർ അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞിരിക്കട്ടെ. ജീവഹാനിക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും എത്രമേൽ കുറവുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാമോ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രദേശത്തും സമീപ പ്രദേശത്തുമൊക്കെ ഉള്ളവർ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി ഉചിതമായ സ്വയം കരുതലുകളും ബാക്കിയുള്ള കാര്യങ്ങളും സ്വീകരിക്കണമെന്നുകൂടി അപേക്ഷിക്കുന്നു.